CPM നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഓരോ ലോക്കൽ സമ്മേളനങ്ങളും അടിപിടിയോടുകൂടി അവസാനിക്കുകയാണ്. ഏരിയ സമ്മേളനങ്ങളിലും അടിപിടി, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടിപിടിയൊക്കെ കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങൾ എത്തിയപ്പോൾ അടിപിടി കലശലായി. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ അടിപിടി എന്ന് പറഞ്ഞാൽ ഉഗ്രൻ അടിപിടി. എങ്ങനെയാണ്? ലോക്കൽ സെക്രട്ടറിയായി ഔദ്യോഗിക പാനൽ നിർദ്ദേശിച്ച ആൾ പെൺവാണിഭ വീരനാണ്. ലൈംഗിക പീഡന കേസിലെ പ്രതിയാണ്. അയൽക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ പ്രതിഷേധിക്കുന്ന ആളുകളുടെ കൈവശമുണ്ട്, അത് വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് തരാം എന്ന തരത്തിലായിരുന്നു CPMന്റെ പ്രതിരോധം. ആലോചിച്ച് നോക്കുക, CPM എവിടെ പോയി നിൽക്കുന്നു? ലോക്കൽ സെക്രട്ടറി ഏത് തലത്തിൽ പോയി നിൽക്കുന്നു? ഇങ്ങനെ അധപ്പതിച്ച ഒരു നാള് CPMന് ഇതിനു മുന്നേ ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം കുലശേഖരപുരത്ത് വന്ന 2 സംസ്ഥാന സമിതി അംഗങ്ങളുണ്ടായിരുന്നു, K സോമപ്രസാദും K രാജഗോപാലും. കാരണം ഇവിടെ അടി മുഴുവൻ നടന്നല്ലോ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന 10 ലോക്കൽ സമ്മേളനങ്ങൾ, അതായത് 10 ലോക്കൽ കമ്മിറ്റികൾ, അതിൽ 7 സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടു. തൊടിയൂരിൽ സമ്മേളനം അലങ്കോലപ്പെട്ടത് ഔദ്യോഗികമായ പാനലിനെ അവതരിപ്പിച്ചു. അത് ശരിയല്ല, ഇലക്ഷൻ വേണമെന്ന് അവിടുത്തെ മറ്റ് ആളുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് തൊടിയൂരിൽ. അതുപോലെ തന്നെ എല്ലായിടത്തും ഔദ്യോഗികമായിരിക്കുന്ന ആളുകൾ ഒരു പാനലിനെ അവതരിപ്പിക്കും, അവരെ അങ്ങ് വിജയിപ്പിക്കും. അത് പറ്റില്ല, പുതിയ ആളുകൾ വരണമെന്ന് അണികൾ ആവശ്യപ്പെട്ടപ്പോൾ, സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രശ്നങ്ങൾ വന്നത്. അങ്ങനെ 7 ലോക്കൽ സമ്മേളനങ്ങൾ നിർത്തിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് ഈ സമ്മേളനങ്ങൾ വീണ്ടും തുടങ്ങിയത്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സമിതി നേതാക്കളുടെ അധ്യക്ഷതയിലോ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലോ ആയിരുന്നു സമ്മേളനങ്ങൾ. അങ്ങനെയാണ് കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിന് K രാജഗോപാലും സോമപ്രസാദും എത്തുന്നത്. അപ്പോൾ ഔദ്യോഗികമായ പാനലിനെ അവതരിപ്പിച്ചു. പ്രതിനിധികൾ പറഞ്ഞു, ഈ പാനൽ ശരിയാകില്ല, ഈ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ലൈംഗിക ആരോപണം നിലവിലുണ്ട്, അങ്ങനെയുള്ള ഒരാളെ ലോക്കൽ സെക്രട്ടറി ആക്കിയാൽ പാർട്ടിക്ക് അത് ക്ഷീണമാണ് എന്ന് വിമർശിച്ചു. അത് ഔദ്യോഗിക പക്ഷം സമ്മതിച്ചില്ല. ബഹളമായി, അടിപിടിയോളം എത്തി സംഘർഷം. അപ്പോൾ ഒരു വിഭാഗക്കാർ എന്ത് ചെയ്തു? സംസ്ഥാന സമിതി നേതാക്കളെ ആ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. ഗേറ്റ് പുറത്തു നിന്നങ്ങ് പൂട്ടി. ആലോചിച്ച് നോക്കുക, സംസ്ഥാന സമിതി അംഗങ്ങൾ, സമ്മേളനം നിയന്ത്രിക്കാനെത്തിയ സോമപ്രസാദും രാജഗോപാലും അകത്ത്. എന്നിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്, ഈ പ്രതിഷേധക്കാരെ അകത്തോട്ട് കടക്കാതിരിക്കാൻ പ്രതിനിധികളിൽ ആരോ അകത്തു നിന്നാണ് ഗേറ്റ് പൂട്ടിയത് എന്ന ആരോപണവുമുണ്ട്. ഏതായാലും ഗേറ്റ് പൂട്ടി സംസ്ഥാന സമിതി അംഗങ്ങൾ അകത്തായി. പിന്നീട് ഏറെ നേരം ബഹളം വന്നു. പിന്നീടും യാതൊരു തീരുമാനവുമായില്ല. പുതിയ ആളുകളെ വെക്കണമോ ലോക്കൽ സെക്രട്ടറിയെ മാറ്റണോ എന്ന കാര്യത്തിൽ യാതൊരു ധാരണയായില്ല. അങ്ങനെ ബഹളം കലശലായപ്പോൾ പ്രതിനിധികൾ തന്നെ പറഞ്ഞു, രാത്രി 10:30 ബഹളം ഇനി വേണ്ട, നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഈ സംസ്ഥാന സമിതി അംഗങ്ങളെ ഗേറ്റ് തുറന്ന് പുറത്തിറക്കി വിട്ടു. അങ്ങനെയാണ് ഈ സമ്മേളനം ഇന്നലെ കലാശിച്ചത്. ഇനി എൻ്റെ ബാക്കി അലയൊലികൾ ഇനിയും ഉണ്ടാകും. ഏതായാലും ഈ സമ്മേളന പ്രതിനിധികൾ ആരോപിച്ച ചില വിഷയങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ ഈ വാർത്ത അവസാനിപ്പിക്കാം. ഒന്ന്, പിണറായി വിജയൻ തന്നെയാണ് പ്രശ്നക്കാരൻ. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിമതിക്കാരുടെ കൂത്തരങ്ങാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം. പിന്നീട് കണ്ണൂർ ADMന്റെ മരണം, PP ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നു. കണ്ണൂരിലെ പാർട്ടി ലോബി PP ദിവ്യയെ സംരക്ഷിക്കുന്നത് ഏതോ ബിനാമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വിമർശനം. അങ്ങനെ തുടങ്ങി നിരവധി വിമർശനങ്ങൾ. സർക്കാർ അഭിമുഖീകരിക്കുന്ന മാധ്യമങ്ങളിലൂടെ വരുന്ന വിമർശനങ്ങളൊക്കെ തന്നെ പ്രതിനിധികൾ ചർച്ചയായി ഉന്നയിച്ചു. ഇതും നേതാക്കൾക്ക് തലവേദനയായി, ഔദ്യോഗിക പക്ഷത്തിന് തലവേദനയായി, ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഔദ്യോഗിക പക്ഷം ഒരു പാനൽ അവതരിപ്പിക്കുന്നതും ആ പാനലിലെ ലോക്കൽ സെക്രട്ടറി കൊള്ളരുതാത്തവരും ലൈംഗികാരോപണ കേസിലെ പ്രതിയുമായ ഒരാളെ കണ്ടെത്തുന്നത്. അതിനെയാണ് പ്രതിനിധികൾ വീണ്ടും എതിർത്തതും അടിപിടിയിലേക്ക് പോയതും. ഏതായാലും പിന്നീടും സമ്മേളനം നടക്കും. CPM കുറെ കൂടി ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.